RGB പിക്സൽ LED സ്ട്രിപ്പുകളോട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മ്യൂസിക് റിയാക്റ്റീവ് കൺട്രോളറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. SP107E എന്നാണ് ഈ ഒരു കൺട്രോളറിന്റെ പേര്. ഏറ്റവും കൂടുതൽ ഈ ഒരു കൺട്രോളർ നമ്മൾ ഉപയോഗിച്ച് കാണുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലും അതുപോലെ മ്യൂസിക് ഷോകൾ അല്ലെങ്കിൽ കൺസർട്ട് ഒക്കെ നടക്കുന്ന സ്റ്റേജുകളിലാണ് ഈ ഒരു കൺട്രോളർ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് LED കത്തുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ സിനേറിയോസിൽ നമ്മൾ ഈ ഒരു കൺട്രോളർ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ ഈ ഒരു കൺട്രോളറിനെ പറ്റിയും അതുപോലെ ഈ ഒരു കൺട്രോളർ എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ ത്രൂ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു പ്ലാസ്റ്റിക് ബിൽഡിലാണ് ഈ ഒരു കൺട്രോളർ വരുന്നത്. ഇതിലേക്ക് നമുക്ക് 5 വോൾട്ട് DC മുതൽ 24 വോൾട്ട് DC വരെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു കൺട്രോളർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം നമുക്ക് ഓക്സിലറി ജാക്കോട് കൂടി ഒരു കോംബോ പിന്ന് വരുന്നുണ്ട്. ഈ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് മ്യൂസിക് ഡയറക്റ്റ് ഈ ഒരു കൺട്രോളറിലേക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൺട്രോളർ ദൂരെ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഈ ഒരു കേബിൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അല്ല, നിങ്ങൾ പാട്ട് കേൾക്കുന്നിടത്ത് തന്നെയാണ് കൺട്രോളർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കൺട്രോളറിൽ ഒരു ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്ക് വരുന്നുണ്ട്. മറുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് LED പോകുന്ന കണക്ഷൻസ് കാണാൻ പറ്റും. അവിടെ നമുക്ക് പോസിറ്റീവ് ഉണ്ട്, ക്ലോക്കിന്റെ ഒരു പിന്നുണ്ട്, ഡേറ്റയുണ്ട്, അതുപോലെ ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവറും കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇതിനോടൊപ്പം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LED കൊടുക്കാനുള്ള ഒരു ഫീമെയിൽ പിന്നും നമുക്ക് ഈ കിറ്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. 3 കളറുകളുള്ള LED ആണ് നമ്മുടെ കണക്ടറിൽ വരുന്നത്. ചുമപ്പ്, വെളുപ്പ്, പച്ച. അതിൽ ചുമന്ന വയർ നമ്മുടെ ഈ കൺട്രോളറിലെ VCCയിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷം പച്ച വയർ ഡേറ്റയിലേക്കും വെള്ള വയർ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യണം. ഇത്രയും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് LED സപ്ലൈ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺട്രോളറിലേക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുത്തില്ലെങ്കിലും നമുക്ക് ഈ ഒരു കൺട്രോളർ ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മുടെ സ്ട്രിപ്പിൽ നമ്മൾ ഓൾറെഡി കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷനിൽ നിന്നുള്ള വോൾട്ടേജ് നമുക്ക് ഈ ഒരു കൺട്രോളറിലേക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ 12 വോൾട്ടിൻ്റെ RGB പിക്സൽ സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് സ്ട്രിപ്പ് എടുത്താലും അതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഒരു ചുമന്ന വയർ, ഒരു വെള്ള വയർ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ള വയർ സെപ്പറേറ്റ് കാണാറുണ്ട്. ആ 2 വയറുകൾ, ചുമന്ന വയർ നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്കും വെള്ള വയർ നമ്മുടെ പവർ സപ്ലൈയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ പവർ ചെയ്യാനായിട്ട് ഒരു 12 വോൾട്ട് 100 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കണക്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ LED കൺട്രോളോടെ കണക്ട് ചെയ്യാം. ഒരു സ്ട്രിപ്പിന് ഈ ഒരു കണക്ഷൻ തന്നെ ധാരാളം. ഇനിയല്ല, നിങ്ങൾ കൂടുതൽ സ്ട്രിപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ സ്ട്രിപ്പിലും സെപ്പറേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് മാക്സിമത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ കണക്ഷനുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് പവറിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഈ ഒരു കൺട്രോളർ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു QR കോഡ് സ്കാനർ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ QR കോഡ് സ്കാനർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ കൺട്രോളറിന് മുകളിൽ ഒരു QR കോഡ് കാണാൻ സാധിക്കും. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുന്ന സമയത്ത് LED കോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇനി സ്കാൻ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് LED കോഡ് ഒന്ന് സെർച്ച് ചെയ്താലും മതി. അതിനുശേഷം ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ വരുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും. SP107E എന്ന് പറയുന്ന കൺട്രോളർ കാണാം. അതിൽ ഒരു വെട്ടം ഒന്ന് തൊടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. RGB, BRG എന്ന് പറഞ്ഞ കുറേ ലിസ്റ്റുകൾ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലായിട്ട് കുറേ LED സ്ട്രിപ്പുകളുടെ പേരുമുണ്ട്. ഈ ഇടത്തെ സൈഡിൽ തൽക്കാലം ഇപ്പോൾ RGB തന്നെ കൊടുക്കാം. അത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പിന്നെ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. നമ്മളിപ്പോൾ WS2811 എന്ന് പറയുന്ന RGB പിക്സൽ LED ആണ് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാനിവിടെ ആ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോളം കാണാൻ പറ്റും. അതിൽ തൊടുന്ന സമയത്ത് നമുക്ക് സെഗ്മെന്റും ഒരു സെഗ്മെന്റിലുള്ള LEDകളുടെ എണ്ണം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെഗ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മളിപ്പോൾ ഇതൊരു സ്പെക്ട്രമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ലൈനായിട്ട് ഉപയോഗിക്കുമ്പോൾ എത്ര ലൈൻ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ സെഗ്മെന്റിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു പിക്സൽ സ്ട്രിപ്പ് 7 മടക്കി വെച്ചിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് മടക്കി വെച്ചേക്കാണ്. ഇവിടെ ഇപ്പോൾ 7 ലൈൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ സെഗ്മെന്റ് 7 കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈനിൽ എത്ര LED ഉണ്ടെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊരു കൃത്യ എണ്ണമില്ല. അതുകൊണ്ട് ഞാനൊരു 40 ജസ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ലൈനിൽ എത്ര LED ഉണ്ടെന്നുള്ളത് കൃത്യം എണ്ണി എടുത്തിട്ട് അത് ഇവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം താഴെ എൻ്റർ എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകാവുന്നതാണ്. ശേഷം ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് വരുമ്പോൾ ഒരു ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഇതിന് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു പോർഷനിൽ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഇതിലുള്ള എഫക്റ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ ഈ ഒരു സ്പെക്ട്രം പോലെ വരുമ്പോൾ നമുക്ക് അതിന് മുകളിലുള്ള ആ ഒരു LEDയുടെ ഡോട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സിംഗിൾ കളർ സ്പെക്ട്രവും നമുക്ക് ഈ ഒരു കൺട്രോളറിൽ വരുന്നുണ്ട്. അത്തരത്തിൽ സിംഗിൾ കളർ എടുക്കുകയാണെങ്കിൽ അത് ഏത് കളറും വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ താഴെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴോട്ട് വരുമ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എത്ര സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ കൺട്രോളർ എന്നുള്ളതാണ്. സെൻസിറ്റിവിറ്റി മാക്സിമത്തിൽ വെക്കുകയാണെങ്കിൽ ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും ഈ ഒരു കൺട്രോളർ വർക്ക് ചെയ്യും. ഈ സെൻസിറ്റിവിറ്റി ഏറ്റവും കുറച്ച് വെക്കുകയാണെങ്കിൽ സൗണ്ട് ഒരല്പം കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു LEDകൾ വർക്ക് ചെയ്യുള്ളൂ. താഴോട്ട് വരുമ്പോൾ റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു ലൂപ്പിൻ്റെ ഒരു സിമ്പൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലൂപ്പ് നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ വെട്ടവും ഓരോ സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു LED വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിനിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഓരോ LEDയുടെ എഫക്റ്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത്.
നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് എഫക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പല എഫക്റ്റിൽ നമുക്ക് LED കത്തിക്കാം. ഇപ്പോൾ നമ്മളൊരു മെട്രിക്സ് അല്ലെങ്കിൽ സ്പെക്ട്രം പോലെയാണ് LED കത്തിച്ചത്. അതായത് കുറേ സെഗ്മെന്റും കുറേ ലൈൻസും ഒക്കെ ഉള്ള രീതിയിലാണ് കത്തിച്ചത്. ഇനി ഇത്തരത്തിലല്ല നിങ്ങൾക്കൊരു സിംഗിൾ ലൈനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്ട്രിപ്പായിട്ട് കത്തിച്ചാൽ മതിയെങ്കിൽ ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ തൊടുന്ന സമയത്ത് നമുക്ക് സ്ട്രിപ്പിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അവിടെയും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് എഫക്റ്റുകൾ അവൈലബിൾ ആണ്. അവിടെയും നമുക്ക് കളേഴ്സ് മാറ്റി കൊടുക്കാം. അതുപോലെ സെൻസിറ്റിവിറ്റി അവിടെ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ലൂപ്പ് ഓപ്ഷൻ ഈ ഒരു സ്ട്രിപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ LED ഡയറക്റ്റ് ഒട്ടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിപ്പായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിപ്പിൽ മാത്രം നിന്ന് LED നമുക്ക് കത്തിക്കാവുന്നതാണ്. ഇനി നമുക്ക് മ്യൂസിക് റിയാക്റ്റീവ് LED അല്ല, ജസ്റ്റ് ഒരു LED കൺട്രോളർ മാത്രമായിട്ടാണ് ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്യേണ്ടതെങ്കിൽ താഴേക്ക് വരുമ്പോൾ മ്യൂസിക്കിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വരുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള എഫക്റ്റുകളിലും നമുക്കിഷ്ടമുള്ള കളറുകളിലും മാത്രമായിട്ട് നമുക്ക് ഈ ഒരു LED കത്തിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചുവപ്പ് കൊടുക്കുമ്പോൾ അവിടെ നീല കത്തുന്നു, പച്ച കൊടുക്കുമ്പോൾ ചുവപ്പ് കത്തുന്നു, നീല കൊടുക്കുമ്പോൾ പച്ച കത്തുന്നു, അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ബാക്കിൽ ഈ സെറ്റിങ്സിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു RGB BRG അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോന്നോരോന്ന് മാറ്റി നോക്ക്. ഈ ലാസ്റ്റ് കാണുന്ന BGR എന്നുള്ള ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ LED കറക്റ്റ് കളർ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചുവപ്പ് കൊടുക്കുമ്പോൾ ചുവപ്പ് കത്തുന്നുണ്ട്, പച്ച കൊടുക്കുമ്പോൾ പച്ച കത്തുന്നുണ്ട്, നീല കൊടുക്കുമ്പോൾ നീല കത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ LED കോൺഫിഗർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കളർ നമ്മുടെ കൺട്രോളിൽ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു കൃത്യം കളർ നമ്മുടെ ഈ ഒരു സ്ട്രിപ്പിലും കത്തുന്നതാണ്. ഇവിടെ നമുക്ക് പല എഫക്റ്റുകളിൽ LED കത്തിക്കാനായിട്ട് ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. മുകളിൽ കാണുന്ന ഈ ഒരു സോളിഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു സെലക്ടർ വീൽ അവിടെ വരുന്നുണ്ട്. 180 എഫക്റ്റ് അല്ലെങ്കിൽ 180 ഡിസൈൻസിൽ നമുക്ക് ഈ ഒരു LED കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനിയല്ല പല പല എഫക്റ്റുകൾ മാറി മാറി വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പല എഫക്റ്റുകൾ മാറി മാറി വരുന്നതാണ്. നിങ്ങൾക്ക് മ്യൂസിക് റിയാക്റ്റീവ് LED ആയിട്ടല്ല, മറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പിക്സൽ നെയിം ബോർഡിലൊക്കെ ജസ്റ്റ് എഫക്റ്റിന് വേണ്ടി മാത്രം കൊടുക്കാനാണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാവുന്നതാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് ആപ്പും എക്സിറ്റ് ആവുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ എത്തരത്തിലാണോ നമ്മുടെ കൺട്രോളർ സെറ്റ് ചെയ്തത് ആ ഒരു രീതിയിൽ ആ ഒരു കൺട്രോളർ പ്രവർത്തിക്കുന്നതാണ്. അല്ലാതെ ആപ്പിൽ നിന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ കൺട്രോളർ ഓഫ് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ വരെ ചെയ്ത് കളയാം. നമ്മൾ എത്തരത്തിലാണോ സെറ്റ് ചെയ്തത് ആ ഒരു രീതിയിൽ ഈ ഒരു കൺട്രോളർ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിത് നോർമലി പിക്സൽ LED സ്ട്രിപ്പുകളുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം ഈ ഒരു കൺട്രോളറിന് വരുന്നത്. ഈ ഒരു കൺട്രോളറും പിക്സൽ LED സ്ട്രിപ്പും ഇതിൻ്റെ പവർ സപ്ലൈസും എല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി നോർത്ത് പരവൂരും ആലപ്പുഴയിൽ കായംകുളത്തിനടുത്തുമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നതെല്ലാം പർച്ചേസ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് കൊറിയർ ചെയ്യാനാണെങ്കിൽ ഇന്ത്യയിൽ എവിടേക്കും നമ്മൾ കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളിത് എവിടേക്കും കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. LED അത് സംബന്ധമായിട്ടുള്ള മറ്റ് വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.